എന്ത് കാരണം കൊണ്ടായിരിക്കും ഇംപ്ലാന്റ് ചെയ്തൊരു പേഷ്യൻറ്റിന് അത് ഫെയിലിയർ ആവാൻ എന്തൊക്കെ റീസൺസ് ഉണ്ടാവും? ഇംപ്ലാന്റ് ഫെയിലിയർ ആവാനായിട്ട് പല കാരണങ്ങളും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എല്ലിൻ്റെ ഉള്ളിൽ വേര് പിടിപ്പിക്കുകയാണ്. എല്ലിൻ്റെ ഉള്ളിലെ എല്ലും ഈ ആർട്ടിഫിഷ്യൽ വേരും കൂടി ചേരണം. അതിന് നമ്മൾ ഓഷ്യോ ഇൻ്റഗ്രേഷൻ എന്നാണ് പറയാ. ചിലവർക്ക് അത് ചേരില്ല. ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു മോഡേൺ സൊല്യൂഷൻ ഒന്നല്ല. 1950 കാലഘട്ടത്തിൽ തുടങ്ങിയ പരിപാടിയാണ് ഈ ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. അത് ഇപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. അതായത് അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രെഡിക്റ്റബിൾ ആയി. ഒരുപാട് ചേഞ്ചസ് ഡെന്റൽ ഇംപ്ലാന്റ് ഫീൽഡിൽ വന്നു. നമുക്ക് കുറച്ചും കൂടി CBCT ഒക്കെ എടുക്കുക. CBCT എന്ന് പറയുന്നത് എല്ലിന്റെ ക്വാളിറ്റി നമ്മൾ മുന്നേ അസസ് ചെയ്ത് ആ എല്ല് ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പിടിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും CBCT എടുത്തിട്ട്. അങ്ങനെ എല്ലിന്റെ ക്വാളിറ്റി അസസ് ചെയ്യാം. പിന്നെ സർജിക്കൽ ഗൈഡ്സ് വന്നു. ഈ ഇംപ്ലാന്റിന്റെ തന്നെ സർഫസ് മോഡിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഇംപ്ലാന്റിന്റെ മുകളിലുള്ള സർഫസ് കുറച്ചും കൂടി ബോൺ സെൽസ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കോട്ടിങ് ഇംപ്ലാന്റിന്റെ മുകളിലുണ്ട്. അങ്ങനെ പല അഡ്വാൻസ്മെന്റ്സ് ഇപ്പൊ വന്നു. അതേപോലെ ഇമ്മീഡിയറ്റ് ലോഡിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നു. അതായത് ഇംപ്ലാന്റ് ഇടുക, 3ാമത്തെ ദിവസം തന്നെ നമ്മൾ പല്ല് വെക്കും. അങ്ങനെ പല അഡ്വാൻസ്മെന്റ്സ് ഇപ്പൊ ഇംപ്ലാന്റിൽ വന്നു. അതുകൊണ്ട് തന്നെ മോർ പ്രെഡിക്റ്റബിൾ ആണ് ഇപ്പൊ ഡെന്റൽ ഇംപ്ലാന്റ്സ്. പിന്നെ ഇംപ്ലാന്റ്സിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോസ്റ്റ് ഫാക്ടർ ആണുള്ളത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല 2011 കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇംപ്ലാന്റ് റേറ്റ് ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ 25,000 ആയിരുന്നു. ബട്ട് ഇപ്പോഴും ഓൾമോസ്റ്റ് ആ റേറ്റ് തന്നെ ഉള്ളൂ. ഇത്രയും റേറ്റ് മാറാത്തൊരു സാധനം 2011, 2026 വേറൊരു ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വേറൊരു മെറ്റീരിയൽ ഉണ്ടോ? അപ്പൊ അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും ഡെന്റൽ ഇംപ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെന്റൽ ഇംപ്ലാന്റ്സ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ആൾക്കാർ ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.